കോഴിക്കോട് പന്തിരങ്കാവിന് സമീപം വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഗോവിന്ദപുരം സ്വദേശി വരുൺ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പന്തിരങ്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. വെറുതെയാണ് എറിഞ്ഞതെന്നാണ് പ്രതികളുടെ മൊഴി. ദീപക് ധർമ്മടം കോഴിക്കോടും ചെയ്തു. ഡിഡി, ചുമ്മാതിരുന്നപ്പോൾ രസത്തിന് എറിഞ്ഞുവെന്നാണോ പ്രതികൾ പറയുന്നത്? എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ഇതിൽ പുലർച്ചെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം നടക്കുന്നത്. ദേശീയപാതയിലൂടെ, അതായത് കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയാണ് ഈ പന്തീരങ്കാവ് ബൈപ്പാസ്. ആ ബൈപ്പാസിൽ മെട്രോ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് മുകളിൽ നിന്നും ആക്രമണം നടക്കുകയായിരുന്നു. കല്ലുകൊണ്ട് എറിയുകയായിരുന്നു. അങ്ങനെ 2 കാറുകൾക്കും ഒരു ലോറിക്കുമാണ് ഗ്ലാസ് തകർന്നുകൊണ്ടുള്ള, ഒരർത്ഥത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആക്രമണം നടക്കുമ്പോൾ വലിയ അപകടങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ എന്നാൽ അത്തരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു. പന്തീരങ്കാവ് SHO ആർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അങ്ങനെ അവർ പ്രതികളെ പിടിച്ചു. ആ പ്രതികളിലാണ് ഇപ്പോൾ ഈ ഗോവിന്ദപുരം സ്വദേശി വരുണാണ് ഇതിൽ മുഖ്യപ്രതി. അതുകൂടാതെ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത മറ്റൊരുത്തൻ കൂടി ഇതിൽ പ്രതിയാണ്. അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഇതിൽ ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്യുമ്പോൾ വെറുതെ എറിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പോലീസ്. കാരണം അവരിൽ നിന്നും കൃത്യമായ അവരുടെ മോട്ടോ എന്താണെന്ന് കണ്ടെത്തണം. കാരണം ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ശ്രമമാണോ, ആക്രമണമാണോ, മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് പരിശോധിക്കുന്നേ ഉള്ളൂ. പ്രാഥമികമായി അവരിൽ നിന്നും ഒരു രസത്തിന് എറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്, ഒരു അക്രമ സ്വഭാവമുള്ളവർ എറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇവർ ഏതെങ്കിലും രാസലഹരിക്ക് അടിമകളാണോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നതായി നേരത്തെ SHO സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു കൃത്യമായ പരിശോധനയിലേക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്കുമാണ് പന്തീരങ്കാവ് പോലീസ് കടന്നിരിക്കുന്നത്. സുഹൈൽ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.